പ്രത്യേകതയാണ്. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും കൊച്ചു രാജ്യമായിരിക്കുന്ന ഇറ്റലിയോട് അടുത്തുള്ള, റോമയോട് അടുത്തുള്ള ആ വത്തിക്കാനിൽ ചെന്നു കഴിഞ്ഞാലും മാർപ്പാപ്പയുടെ കുർബാന നടക്കുന്ന സ്ഥലങ്ങളാവട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാവട്ടെ, അവിടൊക്കെയും തന്നെ മുസ്ലിമാണെങ്കിൽ തൊപ്പി ധരിച്ചുകൊണ്ടും തലപ്പാവ് ധരിച്ചുകൊണ്ടും അവന്റെ ദേശം ധരിച്ചുകൊണ്ടുമെല്ലാം തന്നെ അവിടെ സഞ്ചരിക്കാനുള്ള അനുവാദമുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ലോകം മുഴുവനും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ലോകം മുഴുവനും ശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെയും തന്നെ മനുഷ്യരാണ്, നമ്മളൊക്കെയും മനുഷ്യരാണ്. നമ്മുടെ രക്തത്തിന്റെ നിറം ഒന്ന് മാത്രം, അത് ചുവപ്പി എന്നുള്ള റെഡ് എന്നുള്ള നിറം മാത്രമാണ്. പല ഗ്രൂപ്പുകളും ഉണ്ടാവുമെങ്കിലും അതൊക്കെയും തന്നെ അതിലേക്കൊന്നും തന്നെ നോക്കാതെ, പക്ഷേ ആ രക്തത്തിന്റെ ബ്ലഡിന്റെ നിറം ഒന്നേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്നെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു സുഹൃത്ത്, അവൻ ഏത് വിശ്വാസിയാണ് അല്ലെങ്കിൽ ഏത് അനുഷ്ഠാന കർമ്മം നിർവഹിക്കുന്നവരാണ് എന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മെ കാണാൻ വരണം, സന്ദർശിക്കാൻ വരണം. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തി, അദ്ദേഹത്തിന് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ട് എങ്കിലോ അവനെ സന്ദർശിച്ചുകൊണ്ടോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അവനെ ഏറ്റവും നല്ല വഴിയിലേക്ക് സഞ്ചരിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഈ ആലോചിച്ച് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ നൽകിയ മറുപടിയും അവർ നൽകിയ ചിന്തയും അവർ നൽകിയ സന്ദേശവും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി, ഈ രാജ്യത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ മതസൗഹാർദ്ദത്തിൽ കൂടെ മാത്രമേ നടക്കൂ എന്നുള്ളതാണ് അതൊക്കെയും തന്നെ തെളിയിക്കുന്നത്. പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ഒരു ആശംസയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നേരത്തെ പറഞ്ഞ CM വിശ്വംഭരൻ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സംഘടനയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വാഗത സംഘത്തിന് വേണ്ടി, 100ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഈ സ്വാഗത സംഘത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ KSA പ്രവർത്തകരും അതുപോലെ തന്നെ എൻ്റെ സീനിയറുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി മുസ്ലിയാറുകളാണ്. ചെറൂർ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരാണ്. ഞങ്ങൾ പലപ്പോഴും പല യാത്രയെ സംബന്ധിച്ചുകൊണ്ടും യൂറോപ്പിനെ കുറിച്ചുകൊണ്ടും അങ്ങനെ പല രാജ്യങ്ങളെ കുറിച്ചുകൊണ്ടും ചർച്ച ചെയ്യുകയും കൂടെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ പരിപാടിയുടെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ വേദിയിൽ ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നത് ഫാദർ ജിനോ ചുണ്ടയിലാണ്. നല്ലൊരു പണ്ഡിതനാണ്, ഫാദറാണ്. അദ്ദേഹം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെയും ഉള്ളത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സനൽകുമാർ നമ്പൂതിരി കക്കാട് ബഹുമാനപ്പെട്ടവർ ഇവിടെ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഹിന്ദു ആശയങ്ങളെ കുറിച്ചുകൊണ്ടും ആദർശങ്ങളെ കുറിച്ചുകൊണ്ടൊക്കെ ഈ മതസൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയുടെ പ്രത്യേകതയെ കുറിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ നമ്മളോട് വിശദീകരിക്കും. അദ്ദേഹത്തിന്റെ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായിട്ട് ഈ സ്വാഗത സംഘത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഒരുപാട് ജീവിതാനുഭവങ്ങൾ നൽകിയ, മുന്നോട്ടുള്ള പ്രയാണത്തിന്, പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനം നൽകിയ വളരെ നിർണായകമായൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കടപ്പാട് ഈ മഹത്തായ സ്ഥാപനത്തോട്, നമ്മുടെ ആദരണീയരായ ഗുരുവര്യരോട്, എല്ലാവരോടും നമുക്കുണ്ട്. 60കളിലുള്ള ആ സഹപാഠികൾ പലരും ഈ സദസ്സിലുണ്ട്, അന്നത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം നൽകുന്ന സദസ്സായിട്ടാണ് ഈ വൈകുന്നേരത്തെ സായാഹ്നത്തിലെ ഈ മനോഹരമായ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്ക് പോകുമ്പോൾ മതസൗഹാർദ്ദത്തെക്കുറിച്ച് ആളുകളോട് പറയേണ്ടി വരുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വളർച്ചയും നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള ജീവിതവുമൊന്നും മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം വേണമെന്ന് വേറൊരാൾ പറയേണ്ട കാലഘട്ടമായിരുന്നില്ല. സൗഹാർദ്ദം ഇല്ലായ്മ എന്താണെന്ന് നമ്മൾക്കൊന്ന് അറിഞ്ഞുകൂടല്ലോ. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ് വളർന്നു വന്നത്. നമ്മുടെ അയൽവശത്തുള്ളവർ ആരായിരുന്നാലും, അവർ ഏത് മതക്കാരായിരുന്നാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. പറയുമ്പോൾ ആ കാലഘട്ടം, അതിൻ്റെ പ്രത്യേകതയും കൂടി നമ്മൾ ഓർക്കണം. ഇവിടെ
21 ലഹള കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് ഒരു 10-40 വർഷം കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. അപ്പം നമ്മുടെ മാതാപിതാക്കളൊക്കെ, നമ്മുടെ അയൽവാസികളെ മാതാപിതാക്കൾ, അവരുടെ അച്ഛന്മാർ, അമ്മമാർ, നമ്മളെ വാപ്പാരും ഉമ്മാരും ഒക്കെ ആ കാലഘട്ടം ചെറുപ്പകാലത്ത് അനുഭവിച്ചവരാണ്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ സംഭവത്തെക്കുറിച്ചുള്ള ഫീലിംഗ് ഇവരുടെ വല്ല പ്രവർത്തനത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മുടെ ഉപ്പമാരും അപ്പുറത്തുണ്ടായിരുന്ന നമ്മുടെ നായന്മാരും തെയ്യന്മാരും ചെറുമക്കളായ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരുമായിട്ടുണ്ടായിരുന്ന ഇടപഴകലുകൾ, ഇവിടെ എല്ലാ വിഭാഗം ഉണ്ടായിരുന്നു. ആശാരിമാരുണ്ടായിരുന്നു, സ്വർണ്ണപ്പണിക്കാരുണ്ട്, വൈദ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ നമ്മുടെമായിട്ടുള്ള ആ ഇടപഴകലുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു സൗഹാർദ്ദമില്ലായ്മയുടെ, അസഹിഷ്ണുതയുടെ വല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ? എൻ്റെ ഓർമ്മയിൽ ഒന്നുമില്ല. കാരണം നമ്മുടെ വാപ്പാരൊക്കെ, നമ്മൾ കുട്ടിയായിരുന്ന കാലത്ത് വാപ്പാൻ്റെ കൂടെ പലയിടങ്ങളിലും പോകും. പ്രത്യേകിച്ച് വാപ്പ ഒരു പൊതു കാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടുന്ന, വ്യവഹാരങ്ങളിലൊക്കെ നല്ല ഇടപെടുന്ന ഒരാളായതുകൊണ്ട് എല്ലായിടങ്ങളിലും പോകും. അപ്പോഴൊക്കെ കുട്ടിയാകുമ്പോൾ പലപ്പോഴും ഞാനുണ്ടാകാറുണ്ട്. അതിൽ തോന്നിയില നായന്മാരവിടെ ഉണ്ടാകാറുണ്ട്, കാങ്ങാട്ട വൈദ്യന്മാരവിടെ ഉണ്ടാകാറുണ്ട്, എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പം ഹിന്ദുമതത്തിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്, പല ജാതികളുണ്ട്. പക്ഷെ അവരൊന്നും നമ്മൾക്ക് ഒരു വൈവിധ്യമല്ലല്ലോ. നമ്മളെ വീട്ടിൽ അവരിൽ ആരാണ് വരാത്തതുള്ളത്? നമ്മുടെ വീടുകളിൽ എന്ത് വിവേചനമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ. നമ്മൾക്ക് ഒന്നും തോന്നിയിട്ടില്ല. ആഘോഷങ്ങളിലെ ഓണൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിട്ട് അവർ പായസങ്ങൾ കൊണ്ടുവന്ന് തരാറില്ലേ? അത് വേണോ വേണ്ടെന്ന് ആലോചിക്കേണ്ട ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം അത് മനുഷ്യർ പറയാൻ തുടങ്ങിയില്ലേ, വേണോ വേണ്ടെന്നൊക്കെ. നമുക്കങ്ങനെ ചിന്ത വന്നിട്ടില്ലല്ലോ. എൻ്റെ വളരെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വേങ്ങരങ്ങാടിക്ക് പോലെ കാങ്ങാട്ട മലത്ത് കൂടി ഒട്ടോട്ടം കൂടെയാണ്. ആ പോകുന്ന വഴിയിലാണ് നമ്മളെ തീയന്മാരെ വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അണ്ണിഞ്ഞുവിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എന്താ ഒരു ഉണ്ണൂലോ എന്തോരുണ്ട്, കുഞ്ഞിപ്പെണ്ണും. അപ്പോൾ അവർ അതിലൂടെ പോകുമ്പോൾ കുട്ടിയെ വരികയെന്ന് പറഞ്ഞാണ്ട് വിളിച്ച് അകത്തിരുത്തിയിട്ട് ശർക്കരയും തേങ്ങയും തരും. അന്നിപ്പോൾ അത് ശർക്കരയും തേങ്ങ തീയന്മാരായതുകൊണ്ട് നല്ല പൊയ്യാത്തേങ്ങ ഉണ്ടാവും. അതൊരു ഭയങ്കര കൗതുകമല്ലേ? ഇപ്പോഴും അതിൻ്റെയൊക്കെ ആ മാധുര്യം നമ്മളെ വായിലുണ്ട്. നെല്ല് കൊയ്യുന്ന കാലഘട്ടം എന്നാൽ നല്ല പുന്നല്ലിൻ്റെ അവലിടിച്ചിട്ട് അതും കൊപ്പരയും കൂടി കൊണ്ടുവന്ന് വരും ഞങ്ങൾ കുട്ടികൾക്ക്. അത്രമാത്രം അത് നമുക്ക് തരാതെ അവർക്ക് ഇരിക്കാൻ കഴിയില്ല. നെല്ല് അവലിടിച്ചാൽ ഓരോര് കൊണ്ടുവന്ന് തരാതിരിക്കാൻ കഴിയില്ല. നമ്മൾക്കിവിടെ വീടുകളിൽ നെല്ല് കൊയ്യുക അല്ലെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ പൂള പറിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓഹരി അങ്ങോട്ട് കൊടുത്തേക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ ഒരു ഷെയറിങ്, അത് ജീവിതത്തിൻ്റെ ടോട്ടലി ഷെയറിങ് ആണ് മൊത്തം. അതിൽ വിഭവങ്ങളും ആ വിഭവങ്ങളോട് കൂടെയുള്ള മനുഷ്യത്വവും സ്നേഹവും ഉദാരതയും എല്ലാം ഷെയർ ചെയ്യാണ്. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകിയിട്ട് എല്ലാവരും അപ്പുറത്തും പുറത്തും വീടുകളിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. നേരം വെളുത്ത് വൈകുന്നേരമാകോളം എന്തെങ്കിലും ജോലികളുണ്ടാവും, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നിട്ടല്ലേ നമ്മൾ ജീവിച്ചിരുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ വൈവിധ്യങ്ങൾ കാണുക. കാരണം അവിടെ ഓരോ വിഭാഗം ഓരോ ഏരിയയിലാണ് താമസിക്കുക. ചില മതവിഭാഗങ്ങൾ ചില ഏരിയയിൽ, ചിലർ വേറെ, ചില ജാതികൾ ചില ഏരിയയിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇവിടെ മിക്സഡാണ്. ഇവിടെ അങ്ങനത്തെ വിവേചനങ്ങളൊന്നുമില്ല. ആർക്കും പ്രത്യേകിച്ച് ഏരിയകളൊന്നുമില്ല. എല്ലാവരും അയൽവാസികളല്ലേ. അങ്ങനെ എത്രയോ കാലം വിവേചനം എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ പരസ്പരമുള്ള അസഹിഷ്ണുത എന്താണെന്നറിയാതെ വളർന്നു വന്നവരാണ് നമ്മൾ. ആ ലഹള കഴിഞ്ഞ ഉടനെയാണ്, 21 ലഹള കഴിഞ്ഞ ഉടനെയാണ് പൊള്ളാട്ടം അയമുട്ടിയലേർ ഈ സ്കൂൾ തുടങ്ങുന്നത്. 23 നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയും ഒരു നിർണായകമായ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ഒരു സ്കൂൾ തുടങ്ങിയിട്ട്, ആ സ്കൂൾ ഒരു വിവാഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. ആ നിർണായകമായ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതിർന്ന ആളുകൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയ സമയമാണ്, നാട് കടത്തപ്പെട്ടു പോയ സമയമാണ്, ജയിലിലായി പോയ സമയമാണ്. നിസ്സഹായമായൊരു സമൂഹമായിരുന്നു അന്ന് എല്ലാവരും. കാരണം എല്ലാവർക്കും അതിൻ്റെ ആഘാതം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഒരു നായാട്ടാണല്ലോ നടന്നത് അവരുടെ ബൂട്ടിനടിയിൽ. നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഈ തോന്നിയിലെ അമ്പലത്തിൽ വെച്ച് കണ്ടാണ് പോരാട്ടമുണ്ടായത്.
പക്ഷെ പോരാളികൾ ആരായിരുന്നു? മാപ്പിളമാരായിരുന്നു. അവർക്ക് അഭയം കിട്ടിയത് അമ്പലത്തിലായിരുന്നു. അവിടെയാണ് ബ്രിട്ടീഷുകാർ വന്നതും ആക്രമണം നടത്തിയതും. അപ്പോൾ എത്രമാത്രം അന്ന് നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടീഷുകാർക്കെതിരിൽ ഒന്നിച്ചു നിന്നിരുന്നത് നമുക്കെന്ന് മനസ്സിലാവും. അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കബറിടം അവിടെ പൂച്ചോലമാട്ടിലുണ്ട്. അപ്പം ഇവിടെ പോരാട്ടവും ലഹളയും കേട്ടുകേൾവിയല്ല, അതിൻ്റെ ആക്ഷൻ നടന്നൊരു ഏരിയയാണത്. ആ സംഭവം നടന്ന സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അതിൻ്റെ ആഘാതം, ബ്രിട്ടീഷുകാരുടെ ആ പടയോട്ടത്തിൻ്റെ ആഘാതം അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പല്ലേ? സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്ന ആളുകളൊക്കെ, കുറേ ആളുകൾ നാട് വിടേണ്ടി വന്നു, കുറേ ആളുകൾ ജയിലിലായി, കുറേ ആളുകൾ നാട് കടത്തി. ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടത്തിലാണ്, ഒരു അനിവാര്യതയിലാണ് ഈ സ്കൂൾ ഉണ്ടാകുന്നത്. നാളൊന്നുമല്ല, ക്ലാസ്സിലൊരു 10-200 കുട്ടികളുണ്ടെങ്കിൽ സുഖമായിട്ട് ക്ലാസ് എടുക്കും. അതേസമയം ഇതേപോലെ ഒരു വേദിയിൽ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിറയ്ക്കും, ആദ്യമേ പറയാലോ. ഇതാണ് എൻ്റെ ഇത്. അതേസമയം ക്ലാസ്സിൽ എത്ര കുട്ടികൾ വേണമെങ്കിലും ഇരുന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ക്ലാസ് എടുക്കും, നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. എൻ്റെ വിഷയം ഹിന്ദിയാണ്. ഇവിടെ മതസൗഹാർദ്ദം എന്നുള്ളതിനാണ്. ഈ മതസൗഹാർദ്ദം എന്നുള്ള വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയത് തന്നെ ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ മാതിരി 10 വർഷം ഒക്കെ ആയിട്ടേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തും ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം 44 വയസ്സായി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജന്നത്തു നിന്ന് തന്നെ തുടങ്ങാം. ഇത് പറയണമെങ്കിൽ അവിടെ നിന്നാണ് നല്ലത്. ഞാൻ ജനിച്ചത് 1978 ഫെബ്രുവരി 20-ാം തീയതിയാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അന്ന് 27-ാം രാവാണ്. അന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ്, മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. അന്ന് അവിടെ ജനിച്ചത് മുഴുവൻ പെൺകുട്ടികളായിരുന്നു. ഒരൊറ്റ ആൺകുട്ടിയായിട്ട് അന്ന് ജനിച്ചത് ഞാനാണ്. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുസ്ലിം സഹോദരിമാരും എനിക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തിരുന്നു. കാരണം എന്താ, ഇന്ന് ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ഒരു ആൺകുട്ടി ജനിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് അവരെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. അങ്ങനെയാണ്. പിന്നെ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് കിടങ്ങഴി ആയിരുന്നു. അവിടെ വിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു അച്ഛന് പൂജ. അവിടെ പൂജ ചെയ്യുന്ന സമയത്ത് അമ്പലപ്പറമ്പിൽ ഞങ്ങളുടെ അവിടെ ഇത് കപ്പയും അതേ പൂളയും അതേപോലെ ഇതൊക്കെ നട്ടിരുന്നത് മുഹമ്മദായിരുന്നു. അമ്പലപ്പറമ്പിൽ അദ്ദേഹമാണ് നടുക. അതേപോലെ തൊട്ടടുത്ത് ഉള്ള ആ പാടത്ത് കൃഷി ഇറക്കിയിരുന്നതൊക്കെ അദ്ദേഹം, മുഹമ്മദ് അലവി എന്നുള്ളവരൊക്കെ ആയിരുന്നു. അവിടെ അവർ വന്ന് നടുന്നതിന് ആർക്കും പ്രശ്നമില്ല ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ UP സ്കൂൾ ചേറൂർ മറ്റേ പുല്ലൂരാൽ സ്കൂളായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പള്ളീൻ്റെ ഉള്ളിലൂടെയാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ പള്ളിയുടെ ഉള്ളിലൂടെ എന്ന് പറഞ്ഞാൽ ഖബ്രിസ്ഥാനാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം പെട്ടെന്ന് കിടങ്ങഴിയിൽ നിന്ന് പുല്ലൂരിലേക്ക് എത്താനുള്ള വഴി ആ പാടം കഴിഞ്ഞാൽ ഈ പള്ളീൻ്റെ പറമ്പിലൂടെ പോകലാണ്. ഞാൻ അതിൽക്കൂടെയാണ് പോവാറ്. ആരും എന്നോട് അതിലെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരു ടൂറ് പോകേണ്ട ഒരു സന്ദർഭം വന്നു. ഖബ്രിസ്ഥാനാണ്, ഈ ശ്രദ്ധിച്ച് പോയിക്കോട്ടോ, ടോർച്ചൊക്കെ അല്ലേ കയ്യിലേന്ന് ചോദിച്ചുള്ളൂ. അതേസമയം ഇന്ന് അതിലൂടെ പോകണമെങ്കിൽ എനിക്ക് പേടിയാവും. കാരണം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഞാൻ പഠിച്ചത് ചേറൂർ യത്തീംഖാന സ്കൂളിലാണ്. 8 മുതൽ 10 വരെ പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചേറൂർ അമ്പലത്തിലാണ് അച്ഛൻ്റെ ശാന്തി, യത്തീംഖാന. അപ്പോൾ ഈ മതിൽ അതിൻ്റെ ഇടയിൽ ഒരു ഉണ്ടായിരുന്നു, ഒരു ഇടവഴി ഉണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് സ്കൂളിലേക്ക് മതിൽ ചാടി പോകുന്നൊരു കുട്ടി. കാരണം ഈ വളഞ്ഞു പോണതിന് പകരം അവിടെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഈ എന്താ മതിൽ ചാടി വരണതെന്ന്. യത്തീംഖാനയിലുള്ളവരോ അല്ലെങ്കിൽ അമ്പലത്തിലുള്ളവരോ എന്നോട് ചോദിച്ചിട്ടില്ല. പിന്നെ ഇന്ന് അതേപോലെ പോകാൻ പറ്റുമോ? ഇല്ല. അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നത് ഈ 10 വർഷത്തിനുള്ളിലാണ്. ഇത് പറഞ്ഞത് സൗഹാർദ്ദത്തിൻ്റെ കാര്യം. ഈ മതസൗഹാർദ്ദം എന്നുള്ള വാക്ക് ഇപ്പോഴാണ് പറയേണ്ടി വന്നത്. ആ കാലഘട്ടത്തിൽ അത് പറയേണ്ടി വന്നിട്ടേ ഇല്ല. ആരും ഒരു മതത്തിനെക്കുറിച്ചും ആരോടും ചോദിക്കാറില്ല. എന്താണ് മതം എന്നുള്ളത് ആരും ചോദിക്കുന്നില്ലായിരുന്നു. അവിടെ എന്താണ് കൂട്ടായ്മയായിരുന്നു. മതം അവിടെ പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല എന്ന് തോന്നുന്നു.
പിന്നെ ഒരു മതം പോലും എവിടെയും തിന്മ ചെയ്യാൻ പറയുന്നില്ല, എല്ലാം ഒന്നാണ്. ഇപ്പം 2 മതത്തിലും പറയുന്ന ഏത് 3 മതത്തിലും പറയുന്നത് ആദമായാലും മനുവായാലും ഒരൊറ്റ അതിൽ നിന്ന് ജനിച്ച സന്തതികളാണ് നമ്മളെല്ലാവരും. അത് പല ഈ വൻകര വിസ്ഫോടനമൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് ഇപ്പം ഞാൻ കുറച്ച് ശാസ്ത്രത്തിലൂടെയും കൂടി പോവുകയാണ്, ആ സമയത്ത് അതിനു മുമ്പ് ഇപ്പോൾ ഈ പേടകമൊക്കെ ഉണ്ടാക്കി അതിൽ ആൾക്കാരൊക്കെ ഇരുന്ന സമയത്തൊന്നും അവിടെ ഈ മതത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരിക്കാം. പിന്നീട് ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം പല വൻകരകളായി മാറിയപ്പോഴായിരിക്കാം ഇവിടെ ഈ മതം എന്നുള്ളത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും തന്നെ. മതം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ അർത്ഥം അഭിപ്രായം എന്നാണ്. അതെ, ഈ അഭിപ്രായങ്ങൾ വന്നത് അതിന് ശേഷമായിരിക്കാം. ഇപ്പോൾ മനു ആയാലും അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ വന്ന എല്ലാ പ്രവാചകന്മാരായാലും എല്ലാ ഈശ്വരീയ സങ്കല്പങ്ങളായാലും അതൊന്നും തന്നെ ഒരിക്കലും മറ്റൊരു തിന്മ ആഗ്രഹിച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരുപാട് ദൂതന്മാർ വന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് അലിയൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ഇതിൽ 63-ാമത്തെ 64-ാമത്തെ ഒരു ദൂതനാണ് കൃഷ്ണൻ. ആയിരിക്കാം, പറയാൻ പറ്റില്ല. കാരണം ഇതിലെല്ലാം ഒന്നിൽ നിന്നുണ്ടായതാണ്. കാരണം ഒറ്റ ആദമായാലും ഹവ്വയായാലും മനു ആയാലും അർച്ചസരാജ്ഞിയായാലും ഇവരിൽ നിന്നുണ്ടായ സന്തതി പരമ്പര മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലാണ്ട് വേറൊരു ലോകത്തുനിന്ന് പെട്ടെന്ന് വന്ന ഒരാളും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത്, നമ്മളെല്ലാം ഒന്നിൽ നിന്ന് വന്നവരാണ്. ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മളെല്ലാവരും മരിച്ചാൽ പോകുന്നത്. എവിടെയും ഭാരതം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് ഇവിടേക്ക് വന്നവരെ സ്വീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരാളോടും ഒന്നും അവരുടെ അഭിപ്രായത്തെ സ്വീകരിക്കുക മാത്രമേ ഭാരതം ചെയ്തിട്ടുള്ളൂ. ഈ കൂട്ടായ്മയിൽ എല്ലാവരോടും ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും നമ്പൂതിരിയുടെ പ്രസംഗത്തിലൊക്കെ വളരെ വ്യക്തമായി അത് സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ നാടിൻ്റെ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് 100 വർഷങ്ങൾ പിന്നിട്ട നമ്മുടെ സ്കൂള്, അത് തന്നെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം, ആ ഓത്തുപള്ളിയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ 2023 നിൽക്കുന്ന നമ്മുടെ സ്കൂള് എന്തുകൊണ്ടും ഈ ഗ്രാമത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ സ്കൂള്. കാരണം അതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള എത്രയോ മേഖലകളിൽ വലിയ വലിയ സ്ഥാനങ്ങളിലും പല മേഖലയിലും എത്തിയ നമ്മുടെ പൂർവ്വവിദ്യാർത്ഥികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന കാരണവന്മാരൊക്കെ ഇതിൻ്റെ പൂർവ്വവിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സ്കൂളിൻ്റെ 100-ാം വാർഷികത്തിൽ അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലത്തെ ചടങ്ങിലും ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാനൊക്കെ വളരെയധികം കാര്യങ്ങൾ ഇവിടെ നമ്മുടെ MLA ഒക്കെ സാന്നിധ്യത്തിൽ പറയുകയുണ്ടായി. നമുക്ക് അതിൻ്റെയൊക്കെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ, കാരണം നമ്മുടെ ഈ നാടിൻ്റെ ഇതിൽ തന്നെ ഈ 100-ാം വാർഷികം തന്നെ നമുക്കറിയാം ഈ നാടിൻ്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഈ 3 ദിവസത്തെ നമ്മുടെ ഈ 100 വർഷം മുമ്പ് നമ്മുടെ സ്കൂൾ തുടങ്ങുന്ന കാലഘട്ടത്തിൻ്റെ അന്നത്തെ അവസ്ഥ, ഇന്നത്തെ കണ്ണമംഗലം പഞ്ചായത്തിൽ അന്നത്തെ പ്രദേശത്ത് മറ്റ് സ്കൂളുകൾ പ്രവർത്തിക്കാത്ത കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ വന്നിട്ടുണ്ടാവുക. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സമ്പന്ന വിഭാഗങ്ങൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടും.
അതിൽ മറ്റുള്ളവർക്കും പഠിക്കാം, ഉയർന്ന രൂപത്തിലേക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഓത്തുപള്ളികൾ എന്നുള്ള രൂപത്തിലേക്ക് വന്നു. മതപഠനവും അതിനോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള ഓത്തുപള്ളികൾ എന്നറിയപ്പെടുന്ന രൂപത്തിലേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സഹായത്തോടുകൂടെ അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഇൻസ്ട്രക്ടർമാരെ വെച്ചുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുക, ക്ലാസ് എടുക്കുന്ന മൊല്ലാക്കന്മാർക്കും മറ്റൊക്കെ ആയിട്ട്. അതാണ് പിന്നീട് അന്നത്തെ അതിലും വലിയ രൂപത്തിലേക്കുള്ള വിമർശനങ്ങളും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിച്ചിരുന്ന പലരും ആ രൂപത്തിൽ സൂചിപ്പിച്ചു. അത് പിന്നെ ബോർഡിൽ എഴുതുന്നത്, അതിൻ്റെ പൊടി താഴെ വീഴുന്നത്, അത് ചവിട്ടുന്നു, ആ രൂപത്തിലേക്കുള്ള വിമർശനം. എൻ്റെ ഗ്രാൻഡ് ഫാദർമാരിൽ ഒരാളായിരുന്ന CN അഹമ്മദ് മൗലവി അതിൻ്റെ ഒരു ഇൻസ്ട്രക്ടറായിരുന്നു. അദ്ദേഹം അതിൻ്റെ അനുഭവങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ മുന്നിൽ 100ാം വാർഷികം കൊണ്ടാടുന്ന ഒരു സ്കൂളിൻ്റെ ചരിത്രം പരസ്പരം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദി നമ്മൾ കണ്ടെത്തിയത്. ആദ്യമായി ഭംഗിയുള്ള വേദി ഇത്ര നല്ല രീതിയിൽ ഒരുക്കിയ സംഘാടകർക്ക് ഒരു വലിയ സല്യൂട്ട് നൽകുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കണ്ടത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരുപാട് ചെറുപ്പക്കാരും അതിനപ്പുറത്തേക്ക് വൃദ്ധരായ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മ പങ്കുവെക്കുകയാണ്. വളരെ സന്തോഷം കാണുന്ന ഈ വേദിയുടെ മതേതരത്വം എന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്നതാണ് എന്നെ ക്ഷണിച്ചത്. നമ്മുടെ മുന്നിൽ വ്യത്യസ്ത മതങ്ങൾക്ക് വേണ്ടി അവരുടെ അടയാളപ്പെടുത്തിയ പണ്ഡിതരെത്തിയെങ്കിലും അവരെല്ലാവരും മനുഷ്യരായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചത്. ഈ മതേതരത്വം എന്ന വാക്ക് പോലും നമ്മൾ കുറച്ച് കാലമായിട്ട് കേൾക്കൽ തുടങ്ങി. കാരണം അതിലെ എന്തോ ഒരു വിഷയം മതേതരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട വേദികളിൽ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആ മതേതരത്വത്തിൻ്റെ വിളിച്ചകൾ ഭരണകർത്താക്കൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുകൊണ്ട്, അതായത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള വിളിച്ചുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരിക്കലും മതേതരത്വത്തിനൊരു വിളിച്ചുകൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഈ വേദി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, സുദീർഘമായൊരു പ്രസംഗത്തിൻ്റെ വേദിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഈ സ്കൂൾ വാർഷികത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേദിയിൽ മതസൗഹാർദ്ദത്തിന് ഒരു വിഷയം അവതരിപ്പിച്ച് ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമായി ഞാൻ അഭിനന്ദനം അർഹിക്കുകയാണ്. ഈ നാട്ടിൻ്റെ മതസൗഹാർദ്ദ ചിഹ്നം തന്നെയാണ് നമ്മുടെ സ്കൂൾ. ഈ കലാലയത്തിൽ പഠിച്ചു വളർന്ന, ഈ നാട്ടിൻ്റെ ഉപവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച മറുനാട്ടിൽ എത്രയോ ആളുകൾ ഈ പരിപാടി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം 1700 കാലയളവിൽ നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത എന്നോണം ഓത്തുപള്ളി എന്നൊരു സമ്പ്രദായം നമ്മുടെ കണ്ണമംഗലം ഭാഗത്തും അതിന് മുമ്പായി ചേറൂരി ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുള്ള നല്ല മതപരമായിട്ടുള്ള അറിവും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൂടി യോജിച്ച് മുന്നോട്ട് പോയ ഒരു
നല്ലൊരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് ഈ മതസൗഹാർദ്ദം ഇന്ന് നമ്മൾ ഇവിടെ പറയേണ്ടി വന്നതും പറയാൻ താമസിച്ചതും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുവരെ അത് പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വല്യപ്പമാരും വല്യമ്മമാരും മതപരമായിട്ടും മറ്റും നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന അതേ അറിവും കാര്യങ്ങളും നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിലും കൂടി നമ്മൾ കേട്ടറിഞ്ഞു. ഇപ്പോൾ വന്ന സോഷ്യൽ മീഡിയയിൽ പലതിലും പല ഭാഗത്തും നടക്കുന്ന നരനായാട്ടുകളും മറ്റും കണ്ട് നമ്മളുടെ കുട്ടികളും മറ്റും അന്താളിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനൊരു മതസൗഹാർദ്ദ വേദി സംഘടിപ്പിച്ച ഈ ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായി ആശംസ നേരുന്നു. ഈ രാജ്യത്ത് ഏറ്റവും വലിയ ആവശ്യമായി വന്നിട്ടുള്ളത് മതസൗഹാർദ്ദം എന്ന ഒരു കാര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് വന്ന ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര കഥയിൽ അദ്ദേഹം എഴുതുകയാണ്, ഈ മലബാറിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി നടക്കാനുമുള്ള ഒരു സ്ഥലം കണ്ടത് എന്ന് അദ്ദേഹം ഈ ബുക്സിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് അദ്ദേഹം വാനോളം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മതസൗഹാർദ്ദം എന്നത് ഈയിടെ ഏതാനും കാലങ്ങൾ കൊണ്ട് വന്നതാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ മതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മതം 2 രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, മതത്തെ ഒന്ന് ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളുമായി വേർതിരിച്ച ഒരു മതം. രണ്ടാമത്തെ മതത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മറ്റ് എന്തെല്ലാം ഉണ്ടോ ഈ ലോകത്ത് അതെല്ലാമാണ് മതം. അപ്പോൾ ഈ മതങ്ങൾ ഈ രീതിയിലുള്ള രണ്ടാമത് പറഞ്ഞ മതങ്ങളാണ് എങ്കിൽ ഇവിടെ വർഗീയത എങ്ങനെയാണ് ഉണ്ടാവുക എന്ന ഒരു ചോദ്യമാണ് ഉണ്ടാവുന്നത്. മനുഷ്യൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മതക്കാർ അവൻ്റെ അയൽവാസിയെ സംരക്ഷിക്കേണ്ട ചുമതല ഈ മതം ഈ രണ്ടാമത് പറയുന്ന മതക്കാർക്കുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ മതസൗഹാർദ്ദം നഷ്ടപ്പെടുക എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മതസൗഹാർദ്ദ കൂട്ടായ്മ എന്നൊരു വിഷയം തികച്ചും കാലിക പ്രസക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈയൊരു ചടങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്വാഗത പ്രാസംഗികൻ മുതൽ അധ്യക്ഷനുൾപ്പെടെ ഉദ്ഘാടകനുൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ 90-ാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞ ഉടനെ 91-92 വർഷകാലങ്ങളിൽ ഇതിൻ്റെ സാരഥിയായി പ്രവർത്തിച്ച ഒരു എളിയവൻ എന്ന നിലക്ക് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിൽ ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കേണ്ടത് ഇന്നല്ല, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ചയാണ് പൂർവാധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു സംഗമം ഈ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി
സംഘടിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ അന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്നതുകൊണ്ട്, എന്നാൽ ഈ ഒരു ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഞായറാഴ്ച ഇതിൽ വരാൻ കഴിയില്ല എന്നതിൽ ഈ നാട്ടുകാരോട്, ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അതല്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്ന് പറയുന്നത് മതമാണ്. അത് ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടി കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് ഇവിടെ പല പ്രാസംഗികരും സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ താല്പര്യങ്ങൾ പലതാണ്. മതത്തിനകത്തും പുറത്തും ഈ ഒരു കച്ചവടവൽക്കരണം പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മാനുഷികത നഷ്ടപ്പെടുന്നിടത്താണ് മതസൗഹാർദ്ദം എന്ന ചിഹ്നം ഉടയപ്പെടുന്നത്. അപ്പം തികച്ചും ആ ഒരു മാനുഷിക മൂല്യം തൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി തന്നെ സമീപിക്കുന്നവരെ തിരിച്ചറിയാൻ ഓരോ മനുഷ്യനും സാധിച്ചാൽ ഒരിക്കലും മതസൗഹാർദ്ദത്തിന് യാതൊരു തരത്തിലും കോട്ടം തട്ടുകയില്ല എന്നത് വസ്തുതയാണ്. ഈ ഒരു കാര്യത്തിലാണ് നാം ജാഗരൂകരാവേണ്ടത്. നമ്മെ സമീപിക്കുന്ന ഒരാൾ അദ്ദേഹം എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ, തിരിച്ച് അദ്ദേഹത്തോട് വളരെ മാന്യമായി പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു വിഷയത്തിൽ കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ സംസാരിച്ചവരൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്ഥാപനം അതിൻ്റെ 100 സംവത്സരങ്ങൾ പൂർത്തിയാക്കുകയാണ്. 100-ഉം 100-ൽ കൂടുതലും പ്രായമെത്തുമ്പോൾ വാർദ്ധക്യം ബാധിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് വാർദ്ധക്യത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്, മറിച്ച് യുവത്വത്തിലുമല്ല സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ അവയുടെ കൗമാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു സത്യം ഈ ഒരു വേളയിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. 2013 ജൂൺ മാസം 1-ാം തീയതി മുതൽ 2015 ജൂൺ മാസം 3-ാം തീയതി വരെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ സാരഥിയായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് ദീർഘകാലം ഇതിനെ നയിച്ച പൊള്ളാട്ടിൽ മുഹമ്മദ് ഹാജി അദ്ദേഹമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇടപെടുന്ന അവസരങ്ങളിലൊക്കെ പരമാവധി ഇതിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മുന്നിൽ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഏത് വിധേനയായിരുന്നാലും ശരി, ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ 100-ഉം അതിലധികവും വർഷം പഴക്കമുള്ള വിദ്യാകേന്ദ്രങ്ങളെല്ലാം തന്നെ വാർദ്ധക്യത്തിലല്ല, യുവത്വത്തിലല്ല, കൗമാരത്തിലാണ്. ആ ഒരു കൗമാരദശയിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ കൊണ്ടുവരാൻ, ആ ഒരു കൗമാരത്തിലേക്ക് ഇതിനെ തിരിച്ചെത്തിക്കാനുള്ള വളരെ ശക്തമായ ഒരു ചിന്ത ഈ ഒരു അവസരത്തിലെങ്കിലും രൂപീകൃതമാകേണ്ടതുണ്ട്. ചിന്ത പോരാ, ചിന്തയെ തുടർന്ന് പ്ലാൻ വേണം. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേണം.
അതിനുള്ള വിഭവങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള ശ്രമം ഈ ഒരു 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി സജീവമായി ഉണ്ടാവട്ടെ, ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരെയും ഇതിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഈ പ്രോഗ്രാമിന് നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മളെ ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ UP മുഹമ്മദ് അലി കാസ്മി മഹലിസ് പ്രസിഡന്റ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന സംഘാടന സമിതിക്ക് വേണ്ടി. അധ്യക്ഷൻ CM വിശ്വനാഥൻ അവർക്കും ഈ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി പറയുന്നു. അതുപോലെ ഉദ്ഘാടന പ്രാശികൻ N അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ ചോറൂർ അവർക്കും ഈ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സനൽകുമാർ നമ്പൂരി കക്കാട്, പൂക്കത്ത് മുജീബ്, NK പോക്കർ, K നെയ്യും, പുള്ളാട്ട് ഹസേനാജി, മണ്ടോട്ടിൽ ഉസ്മാൻ, മേക്കറമ്പിൽ സിദ്ദീഖ്, മുൻ HM അബ്ദുറഹ്മാൻ മാഷർ, എല്ലാവർക്കും വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ സദസ്സിനെ മനോഹരമാക്കിയ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഈ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. സൂഫി സംഗീതം പഠിച്ച ആളുകളൊന്നുമല്ല ഞങ്ങൾ. ഞാൻ ഈ സ്കൂളിൽ കളിച്ച് വളർന്ന് പഠിച്ച ഒരാളാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന സംഘാടകരോട് ഞാൻ ആദ്യം നല്ലൊരു നന്ദി പറയുന്നു. നല്ലൊരു കയ്യടി എല്ലാവരും. ആദ്യം സംഘാടകർക്ക്, നമ്മുടെ വിവിധ ക്ലബ്ബുകൾക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യടി. ഒന്നുകൂടെ, ഞാനൊരു സൂഫി സംഗീതം പഠിച്ച ആളല്ല, പക്ഷേ സൂഫി സോങ്ങുകളോട് അതിയായ ഇഷ്ടം പുലർത്തുന്ന ഒരാളാണ്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം വെക്കണമെന്ന് ഞങ്ങളെ മനസ്സ് പറഞ്ഞു, ഞങ്ങൾ വെച്ചു. കാരണം വേറൊരു കാര്യം കൂടിയുണ്ട്. എന്നെ ഇവിടെ 6-ാം ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ച അധ്യാപിക, എന്നെ അറബിക് പദ്യം ചൊല്ലി എന്നെ ജില്ലാതലം വരെ എത്തിച്ച നഫീസ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് കൊണ്ടോട്ടി. ആ ടീച്ചറെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ 100-ാം വാർഷികത്തിൻ്റെ പരിപാടിയുടെ ഫൈനൽ ഡിസ്കഷൻ്റെ തലേ ദിവസം അവിടെ ഒബ്സർവേഷനിൽ കാണുകയുണ്ടായി. കാഷ്വാലിറ്റിയിൽ ചെറിയൊരു അസുഖമായിട്ട് ആ ടീച്ചറെ കണ്ടപ്പോഴാണ് 100-ാം വാർഷിക പരിപാടി ഓർമ്മ വന്നത്. അതായത് അവർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഓർമ്മ വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞാനിങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമായ ആ ടീച്ചർക്ക്. കാരണം 6-ാം ക്ലാസ്സിൽ എന്നെ അറബിക് പദ്യം പഠിപ്പിച്ച് എന്നിലൊരു നല്ല ഒരു പാട്ടുകാരനുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നത് ആ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ശരിക്ക് നിങ്ങൾക്കും എന്നെ അന്ന് ആ പാട്ട് പഠിപ്പിച്ച നഫീസ ടീച്ചർക്കും വേണ്ടി ഈ പ്രോഗ്രാം ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്കിങ്ങനെ തുടങ്ങാല്ലേ? അതിന് മുമ്പ് എനിക്കൊരു ആവശ്യമുണ്ട്. സദസ്സ് ഒന്നും കൂടി ഈ ചുറ്റും അങ്ങൊക്കെ നിൽക്കുന്നവർ ഒന്നും കണ്ട് അടുപ്പിച്ച് നിന്നാലേ ഇതൊരു സദസ്സാണ്, നമ്മളെ സദസ്സാണ്. ഇവിടെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പാടുന്ന ഒരിതാണ്. പിന്നെ ഞാൻ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നോട് ധൈര്യപൂർവ്വം നിന്ന നമ്മുടെ നാട്ടിലെ എന്നെ പോലെ നല്ല പാട്ടുകാരായ ഇദ്ദേഹത്തിൻ്റെ പേരും ബാസിൽ തന്നെയായിരുന്നു. ബാസിൽ കടുക്കുന്നിയും കാമിൽ കടുക്കുന്നിയും, ഇവർ 2 പേരുമാണ് എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നത്. ഇൻഷാ അല്ലാഹ് പരിപാടി നമുക്ക് വിജയമാക്കണം. എല്ലാവരും സപ്പോർട്ട് കൂടി എല്ലാവരും നമ്മളെ കൂടെ പാടണം. ഓക്കെ, അപ്പം നമുക്ക് ഏതൊരു പാട്ടിനും പ്രാർത്ഥന വേണമല്ലോ അല്ലേ? ബിസ്മില്ലാ
तेरे नाम से शुरू हुआ, तेरे नाम से खत्म लिल्लाह। बिस्मिल्लाह 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 बिस्मिल्लाह। सारे आफत कट गई। ओ अल्लाह 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 अल्लाह। मुश्किलें आसा हुई, सारे आफत टल गई। मुश्किलें आसा हुई, सारे आफत कट गई। बिस्मिल्लाह 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 മാനപ്രേമത്തിലേ മൺകൂടാണതിലേ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മാനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല. കയ്യടിക്ക് കയ്യടിക്ക് ഇഷ്ടപ്പെട്ട കയ്യടിക്ക്. क्या बात है. കാണാതെന്നും ഇരിക്കുന്ന കാണാതെന്നും ഇരിക്കുന്ന മാതേ കാറ് കേറിയാൽ കൊള്ളാമോ സീതേ കാറ് കേറിയാൽ കൊള്ളാമോ സീതേ കാണാതെന്നും ഇരിക്കുന്ന മാതേ കാറ് കേറിയാൽ കൊള്ളാമോ സീതേ താരം കണ്ണിലുണ്ണി തരണം എണ്ണി എണ്ണി താരം കണ്ണിലുണ്ണി തരണം എണ്ണി എണ്ണി പോറ്റും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മനപ്രേമത്തിലെ മൺകൂടാണതിലെ മനപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല
ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല ഐന്തുമാറും എടുക്കാത്ത നന്മാ ഐന്തുമാറും എടുക്കാത്ത നന്മ അവളെ ഗുണക്കാരുണ്ട് കാൺമാൻ അവളെ ഊണക്കാറുണ്ട് കാണാൻ ഐന്തുമാറും എടുക്കാത്ത നന്മാ അവളെ ഊണക്കാറുണ്ട് കാണാൻ താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി താനെ കൊഞ്ചി കൊഞ്ചി തനിയെ കെഞ്ചി കെഞ്ചി പോറ്റും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മാന്യപ്രേമത്തിലെ മൺകൂടാണതിലെ മാന്യപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല നാലും കൊണ്ട് നാലാറിൽ മുഴുകി നാരും കൊണ്ട് നാരാറിൽ മുഴുകി നന്നായർപ്പിച്ചിട്ടുള്ളം കഴുകി നന്നായർപ്പിച്ചിട്ടുള്ളം കഴുകി നാലും കൊണ്ട് നാലാറിൽ മുഴുകി നന്നായർപ്പിച്ചിട്ടുള്ളം കഴുകി താനെ തിന്മതിർത്ത് തോനെ നന്മ ചേർത്ത് താനെ തിന്മ തീർത്ത് തോനെ നന്മ ചേർത്ത് എന്റെ ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മാന്യപ്രേമത്തിലെ മൺകൂടാണതിലെ മാന്യപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മാന്യപ്രേമത്തിലെ മൺകൂടാണതിലെ മാന്യപ്രേമത്തിലെ മൺകൂടാണതിലെ മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല മായ മായ ലോകത്തല്ലോ ലീല. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? അത് മതി. അങ്ങനെ അത് നമ്മൾ അറിയിക്കുന്നത് നിങ്ങളെ കൈകളിലൂടെ അറിയിക്കണം, എന്നാലും നമുക്കത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ആസ്വദിച്ചിരിക്കുകയായിരിക്കും, പക്ഷെ നമുക്കത് പിടുത്തം കിട്ടില്ല. അതുകൊണ്ടാണ്
ഓക്കെ, നമ്മൾ 100ാം വാർഷികമാണല്ലോ ആഘോഷിക്കുന്നത് അല്ലേ? അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് രാവിലത്തോടു കൂടി അല്ലേ, നമ്മുടെ മുല്ലാങ്ക പതാക ഉയർത്തിയോട് കൂടി നമുക്ക് എല്ലാവർക്കും പഴയ കുറേ ഓർമ്മകൾ, അവനവൻ്റെ ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? ആ ഓർമ്മകളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ 4 വരി പഴയ പാട്ടുകളൊക്കെ പാടിയിട്ട് ഇങ്ങനെ പോകണം ഇൻഷാ അല്ലാഹ്. അടുത്തത് സൂഫിയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. Ya Nabi, Ya Nabi, Sallu alaihi wa alihi. मन को जा तू को जा मन को जा तू अमीरे हरम में फकीरे हजम तू अमीरे हरम में फकीरे हजम तेरे उन और लब में तलब की तलब तेरे उन और लब मैं तलब ही तलब तू हता ही हता तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा इल्हाम है जामा तेरा इल्हाम है जामा तेरा कुरआई मामा है तेरा कुरआई मामा है तेरा मिंबर तेरा अर्श बरी मिंबर तेरा हर से बरी या रहमतुल लिल आलमीन तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा तू कुजा मन कुजा तू हकीकत है मैं सिर्फ एहसास हूँ
हकीकत है मैं सिर्फ एहसास हूँ। तू समंदर में भटकी हुई प्यास हूँ। तू समंदर में भटकी हुई प्यास हूँ। मेरा घर हाथ पर और तेरी राह गुज़र। मेरा घर हाथ पर और तेरी राह गुज़र। सिदरतुल मुंतहा तू कुजा मन कुजा। तू कुजा मन कुजा। तू कुजा मन कुजा। तू कुजा मन कुजा। तू अमीरे हरम मैं फकीरे हरम। तू अमीरे हरम मैं फकीरे हरम। तेरे उन और लब में तलब ही तलब। तेरे उन और लब में तलब ही तलब। तू हका ही हता तू कुजा मन कुजा। तू कुजा मन कुजा। तू कुजा मन कुजा। तू कुजा मन कुजा। അടുത്ത പാട്ടിന് മുന്നോടിയായി പഴയൊരു ഓർമ്മപ്പെടുത്തിൻ്റെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതുന്ന നല്ലൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ് ഈ സദസ്സ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എല്ലാവരും എൻ്റെ കൂടെ പാടുമോ? മ്യൂസിക് ഒന്നുമില്ല, എല്ലാവരും പാടാം. എല്ലാവർക്കും പ്രായപരിധി ഇല്ല, എല്ലാവർക്കും പാടാം. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയേ. അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. എല്ലാവരും ഒപ്പം. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയേ. ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദൂതുമായി വന്നൊരെൻ്റെ സ്വപ്നമേ. ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമേ. ദേവദൂതുമായി വന്ന എൻ്റെ സ്വപ്നമേ. ദേവലോകമിന്നെനിക്കു നഷ്ടസ്വപ്നമേ. അടുത്തതിൻ്റെ പല്ലവിയാണ് വളരെ മനോഹരമായി. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. സന്ദർഭത്തിൽ ഇങ്ങനെ പാടിയെന്നുള്ളൂ. ഈ പാട്ടൊക്കെ എഴുതി വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കൂടുതലുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സിനെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതുപോലുള്ള ഗാനങ്ങൾക്ക് സാധിക്കും. അതാണ് യഥാർത്ഥ കവികളുടെ അവരുടെ പവർ എന്ന് പറയുന്നതാണ്. ഏതായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് കടക്കുകയാണ്. അടുത്തതും സൂഫിയിലെ ഒരു മനോഹരമായ ഒരു കൃതിയാണ്. ഇന്നിപ്പോൾ ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പരിപാടി വെച്ചു അല്ലേ? മതസൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നും നമ്മൾ വാർത്തകൾ എന്തെടുത്ത് നോക്കിയാലും തമ്മിൽ ജാതിപ്പോര്, സ്വന്തം കൂട്ടുകാർ തമ്മിൽ തല്ലി മരിക്കുന്നു, കുറ്റപ്പെടുത്തലുകൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ.
അതുപോലെയുള്ള ഘട്ടങ്ങളെയൊക്കെ അതായത് മുൻകാലങ്ങളിലേക്ക്, അതായത് മുന്നോട്ടുള്ള കാലങ്ങളിലേക്ക് ഇതുപോലെയൊക്കെ വരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു അന്ന് അത് സൂഫി വര്യന്മാർ എഴുതി വെച്ചിട്ട് അവരത് തൂലികയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടൊരു നല്ലൊരു മനോഹരമായ ഒരു പാട്ടാണ്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. ആ വരിക്കൊന്ന് നിങ്ങൾ പോയാൽ മനസ്സിലാവും അല്ലേ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് പാടി നോക്കി എല്ലാവരും. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കാണ്, തള്ളി പറയാണ്, എതിർക്കാണ്, നല്ലത് പറയാൻ പാടില്ല. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. സത്യം പറയുന്നവന് എന്നും തള്ളി പറഞ്ഞിട്ടുള്ളൂ സമൂഹങ്ങള്. അതാണ് ആ കവി ഉദ്ദേശിച്ചത്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. അടുത്ത വരി, പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാൻ ഈ പോക്ക്. അങ്ങനത്തെ ഒരു മറുപടിയാണ് മൂപ്പരിതാക്കിയത്. ചിലപ്പോൾ റോട്ടിലൂടെ ഒറ്റക്ക് നടന്നു പോകുന്ന പിരാന്തനാണെന്ന് എല്ലാവരും പറയും, പക്ഷേ ഓനായിരിക്കും നല്ല ഉള്ളിൽ സത്യസന്ധമുള്ള ആള്. ഓൻ ചെയ്യുന്നതിൽ ഇപ്പോൾ ആരും കാണുന്നുണ്ടാവില്ല. അതാണ് ആ വരിയിൽ. പലരും നമ്മളെ പിരാന്തനാക്കണ്, ഓലൊന്നും നമ്മൾ കാര്യാക്കണ്ടെന്ന്. തുടരും ഞാൻ ഈ പോക്ക്. അവനവന് ശരിയാണോ? പോവാ, മുന്നോട്ട് പോവാ. അതാണ് ഈ വരിയിൽ പറയുന്നത്. നമുക്ക് നോക്കാല്ലേ? പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പവിഴപ്പുറ്റുകൾ എന്നു നിരയിച്ചത് പാമ്പിൻ പുറ്റുകളാണേ. പവിഴപ്പുറ്റുകൾ എന്ന് നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണേ. പനിനീർ ചോലകൾ എന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ. പനിനീർ ചോലകൾ എന്നു നിരീച്ചത് കണ്ണീർ ചോലകളാണേ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ
പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പെട്ടിപ്പാട്ടുകൾ പാടി നടക്കണ് പട്ടിണിതൻ കോലങ്ങൾ, പെട്ടിപ്പാട്ടുകൾ പാടി നടക്കണ് പട്ടിണിതൻ കോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ, കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ, പട്ടാപകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ മനുഷ്യനെ കണ്ടില്ല. താങ്ക് യു. എല്ലാവരും കൈയടി. ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയായി മുഞ്ചേറും വെഞ്ചിരിയായി വഞ്ചിപ്പൂ അഴകാലെ മഞ്ജുള ബീവി, നല്ല പഞ്ചവർണ്ണ കിളിയഴകുള്ള ഖദീജ ബീവി, പുറമല്ല മലമാലേ മലർമഞ്ഞ നിറമാലേ കൊടുത്ത് ഒരുങ്ങുന്നുണ്ട് ഖദീജ ബീവി, അവൾ പൂച്ചോടിയ തിങ്കൾ കല പോലെ തിളങ്ങുന്നേ, ആരംഭ ഖദീജ ബിയോളി തൂകുന്നേ, നല്ല മണമുള്ള മണവാട്ടി ചമഞ്ഞിടുന്നേ, നല്ല മണമുള്ള മണവാട്ടി ചമഞ്ഞിടുന്നേ, ചമഞ്ഞിടുന്നേ. അവൾ പൂച്ചോടിയ തിങ്കൾ കല പോലെ തിളങ്ങുന്ന, ആരംഭ ഖദീജ ബിയോളി തൂകുന്നേ, നല്ല മലരമ്പൻ വിഴിക്കുള്ളിൽ കിനാവുന്നേ, നല്ല മണമുള്ള മണവാട്ടി ചമഞ്ഞിടുന്നേ, ചമഞ്ഞിടുന്നേ. കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ, കല്യാണമേ. അരിമുല്ല പുതു ബീവി ഉടുത്തൊരുങ്ങി, അത് പങ്ങൾ പറഞ്ഞാലും ഓടുങ്ങയില്ല, ഓടുങ്ങയില്ല. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാൻ, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ, കല്യാണമേ. അരിമുല്ല പുതു ബീവി ഉടുത്തൊരുങ്ങി, അത് പങ്ങൾ പറഞ്ഞാലും ഓടുങ്ങയില്ല, ഓടുങ്ങയില്ല.
പെറ്റുവളർത്തിയ വാത്സല്യപ്പൂക്കണിയാണ് ഫാത്തിമ കലിപുലി തങ്ങൾ വന്നിണയാകും രാവാണ് ബീവി ഖദീജ പെറ്റുവളർത്തിയ വാത്സല്യപ്പൂനദിയാണ് ഫാത്തിമ കലിപുലി തങ്ങൾ വന്നിണയാകും രാവാണ് ത്വാഹ റസൂലും ലാളിച്ച് പോറ്റിയ അരുമക്കനിയാണ് ത്വാഹ റസൂലും ലാളിച്ച് പോറ്റിയ അരുമക്കനിയാണ് ഹാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് ഹാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിന്നാണ് പുന്നാര മഹമൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹ്റാക്കുള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളി മത്താപ്പ് കാനോത്ത് രാവിനാൽ നീലകാശമേലാപ്പ് ഹാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിത കാനോത്തിന്നാണ് ഹാത്തിമുൽ അംബിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിത കാനോത്തിന്നാണ് മഹമൂദിൽ പൂമണി മോളുടെ കാനോത്ത് തനതിന്ദ താനാദിന്ന തനതിന്ദ താനാദിന്ന തിന്ദിന്നോ തിന്ദിന്നോ തനതിന്ദ താനാദിന്ന 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 തനതിന്ദ താനാദിന്ന തനതിന്ദ താനാദിന്ന തിന്ദിന്നോ 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 മല്ലികപ്പൂ കണ്ടാൽ ചന്തം ഇല്ല കരലേ പതിച്ചുണർത്താൻ കരലേ അനുമതി വേണി തൊറ്റക്കുട ചൂടി ആകാശം പൂപ്പന്തൻ ചാർത്തി ശരീരം
മാമുനി അതനോട് ിരിക്കുന്ന സ്വഭാവം പാദം തെളിയാനായി വികാരം ആരില തങ്കങ്ങൾ തങ്കക്കുടങ്ങളിൽ മുഴപുറി എളിവി കൊണ്ടം എല്ലേ ഇതൊഴിന്തീരാ വലിയ തകിയ തുള്ളി